അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ അഖ്ലാഖിൽ ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്രയും ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചത്? നമീമത്ത് എന്ന മോശപ്പെട്ട സ്വഭാവം നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഗീബത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരിക്കലും ആ സ്വഭാവം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. കളവ് പറയൽ എന്നതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഗൗരവവും നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാ? ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിഹാസം എന്ന മോശപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. പരിഹാസം എന്താ? പരിഹാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറയുക, അതുപോലെ എടുത്തു പറഞ്ഞ് ചിരിക്കുക. അതൊക്കെയും പരിഹാസത്തിൽപ്പെട്ടതാണ്. ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അതൊക്കെയും എടുത്തു പറഞ്ഞ് അവരെ പരിഹസിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അക്കാര്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അവരുടെ സ്വഭാവം മോശമായതുകൊണ്ടാണ് അവരെങ്ങനെ പരിഹസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ മോശപ്പെട്ട സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ പരിഹസിക്കുക. ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, എന്നിട്ട് അയാളുടെ കൈയൊടിഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനത്തെ ഒരാളെ കാണുമ്പോൾ അയാൾ കൈ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഇക്കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുക. കൈക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ തന്നെ ചെന്ന് അയാളുടെ മുമ്പിലൂടെ, അല്ലെങ്കിൽ അയാൾ ഇല്ലാത്തപ്പോഴൊക്കെ അയാളുടെ കൈ ആയതുപോലെ നമ്മുടെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് നമ്മളതുപോലെ അദ്ദേഹത്തെ പരിഹസിക്കുക. ഇങ്ങനെ ഇതൊക്കെയും പരിഹാസത്തിൽപ്പെടുന്നതാണ്. വാക്കുകൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടൊക്കെയും പരിഹാസമുണ്ടാകും. ഒരാൾ വികലാംഗനാണ്, അയാളുടെ കൈ ഇങ്ങനെ നിൽക്കുന്ന ആളാണ്. ഒരാൾ അംഗപരിമിതനാണ്, അയാളുടെ കൈ ശരിക്കും നിവർത്താൻ കഴിയില്ല. ആ ആളെക്കുറിച്ച് നമ്മൾ അതുപോലെ തന്നെ ആംഗ്യം കാണിച്ചു. അയാളുടെ കൈ ഇതുപോലെ നിവരാതെ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കും. എന്നാൽ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി നമ്മളും അതുപോലെ കൈ അങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് അയാളെ പരിഹസിച്ചു. ഇതൊക്കെയും പരിഹാസത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആംഗ്യം കാണിച്ചുകൊണ്ടോ അവരുടെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ടോ അവർ ചെയ്ത മോശത്തരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെ അവരെ പരിഹസിക്കുക. ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പരിഹാസ രൂപത്തിലുള്ള ശിക്ഷയാണ് അല്ലാഹു തആല ഇത്തരക്കാർക്ക് ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. പരിഹാസം എന്ന കാര്യം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞാൻ ഇനി പാഠം വായിക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശരി, എല്ലാവരും അഖ്ലാഖ് എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 5. പാഠം 5 പരിഹാസം. എന്താ വെച്ചത്? പരിഹാസം. പരിഹാസം വളരെ മോശം സ്വഭാവമാണ്. പരിഹാസം വളരെ മോശം സ്വഭാവമാണ്. വായിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? സ്വഭാവമാണ്. എന്താ പറഞ്ഞത്? പരിഹാസം എന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെ ചെയ്യുന്നവർ ചീത്ത മനുഷ്യരാണ്, നല്ല മനുഷ്യരല്ല. അതാ പറയുന്നത് പരിഹാസം വളരെ മോശം സ്വഭാവമാണ്. മറ്റുള്ളവരെ നിസ്സാരമാക്കലും അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞു ചിരിക്കലുമൊക്കെ പരിഹാസമാണ്. മറ്റുള്ളവരെ നിസ്സാരമാക്കുക, അതുപോലെ നിസ്സാരമാക്കി സംസാരിക്കുക, നിസ്സാരമാക്കുക, ഇതൊക്കെയും ചെയ്യാൻ പാടില്ല. അതൊക്കെയും പരിഹാസമാണ്. അതാ പറയുന്നത് മറ്റുള്ളവരെ നിസ്സാരമാക്കലും അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞു ചിരിക്കലുമൊക്കെ പരിഹാസമാണ്. അവർ ചെയ്ത തെറ്റുകൾ, തിന്മകളാവട്ടെ, അതല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയിലെ മോശങ്ങളാവട്ടെ, അതൊക്കെയും എടുത്തു പറഞ്ഞ് ചിരിക്കലും ഒക്കെ പരിഹാസം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവൻ ചെയ്ത് കാര്യങ്ങളെ കുറച്ച് കാണിച്ചുകൊണ്ട് സംസാരിക്കുക,
അതിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുക, ഇതൊക്കെയും പരിഹസിക്കലാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അത് ചീത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. നല്ല മനുഷ്യരിൽ നിന്ന് അതൊരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പരിഹാസം എന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞത്, മറ്റുള്ളവരെ നിസ്സാരമാക്കലും അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞു ചിരിക്കലുമൊക്കെ പരിഹാസമാണ്. ഒരാൾ പ്രസംഗിക്കുകയാണ്, അയാളുടെ പ്രസംഗത്തിൽ വന്ന കുറ്റങ്ങളും പിഴവുകളും അതുപോലെ തന്നെ വാക്കുപിഴവുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ പരിഹസിക്കൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയിലെ കുറ്റങ്ങൾ കണ്ടുകൊണ്ട് ആ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അയാളെ പരിഹസിക്കാൻ പാടില്ല. കുറച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചു, എന്താ വായിച്ചത്? കുറച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചു മറ്റുള്ളവരുടെ വാക്ക് പ്രവൃത്തികൾ അനുകരിക്കലും പരിഹാസം തന്നെ. കുറച്ച് കാണിക്കാൻ, ചെറുതാക്കി കാണിക്കാൻ വേണ്ടി അവരുടെ വാക്കുകൾ എടുത്ത് അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ അനുകരിച്ച് കാണിക്കുക. അങ്ങനെ അനുകരിച്ച് കാണിക്കുന്നതും തെറ്റാണ്, പരിഹാസമാണ്. അത്തരം ആംഗ്യങ്ങൾ പോലും പരിഹാസമാകും. ഒരാളുടെ വായ ഓടിയിരിക്കണം, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ എന്തെങ്കിലും രോഗം കാരണമായിട്ടോ അല്ലെങ്കിൽ അപകടം കാരണമായിട്ടോ ഒരു ഭാഗത്തേക്ക് അയാളുടെ വായ്ഭാഗം കൂടി, എന്നാൽ അല്ലെങ്കിൽ വയസ്സ് ചെന്നാലൊക്കെ പല്ലെല്ലാം നഷ്ടപ്പെട്ട് സംസാരത്തിന് ശരിയായ രൂപത്തിൽ സ്ഫുടത ഉണ്ടാവുകയില്ല, ശരിയായ രൂപത്തിൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന സംസാരമാവുകയില്ല. എന്നാൽ അയാളെ പരിഹസിക്കാൻ വേണ്ടി ശരിക്കും സംസാരിക്കാൻ കഴിയുന്ന ആൾ തന്നെ അയാളെപ്പോലെ തിരിയാത്ത രൂപത്തിൽ അങ്ങനെ സംസാരിച്ച് അയാളെ പരിഹസിക്കുക, അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കുക, ചെറുതാക്കി കാണിക്കുക, ഇതൊക്കെയും പരിഹാസമാണ്. അല്ലെങ്കിൽ വായ കൂടിയിട്ടുണ്ട് ഒരാളുടെ, വായ ശരിക്കും കോടാത്ത ഒരാൾ വായ കൂടിയ ആളെപ്പോലെ അനുകരിക്കുക, അതുപോലെ അഭിനയിച്ച് കാണിച്ച് അയാളെ പരിഹസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും തെറ്റാണ്, പരിഹാസമാണ്. അത് തെറ്റാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞത്, ഒരാളുടെ വാക്ക് അതല്ലെങ്കിൽ പ്രവൃത്തികൾ ഇതൊക്കെയും അനുകരിച്ചും ആംഗ്യം കാണിച്ചൊക്കെ ചെയ്യുന്നതും പരിഹാസമാണ്. അതാ പറയുന്നത്, അത്തരം ആംഗ്യങ്ങൾ പോലും പരിഹാസമാകും. നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുതിർന്ന വയസ്സായ ആളുകളെ പറ്റിയൊക്കെ തമാശ രൂപത്തിലൊക്കെ ചെയ്യാറുണ്ട് ചിലർ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വയസ്സ് ചെന്നാൽ ശരിക്ക് മുതുക് നിവർത്തി നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരുടെ നടത്തം പോലെ അനുകരിച്ച് അവരെ പരിഹസിക്കുക. ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് അവരുടെ നട്ടെല്ല് നിവർത്തി നടക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടാവും. എന്നാൽ അതൊന്നും വകവെക്കാതെ അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് നമ്മൾ അവരെ പരിഹസിക്കുക, അതൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊക്കെയും പരിഹാസമാണ്, അതും തെറ്റായ കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കേട്ടോ? ചില ആളുകൾക്ക് വിക്കുണ്ടാവും, സംസാരിക്കുമ്പോൾ ഒരേ അക്ഷരങ്ങൾ തന്നെ അങ്ങനെ സംസാരിച്ച് വരിക, അങ്ങനത്തെ ആളുകളുണ്ടാവും. അത്തരം ആളുകളെ കളിയാക്കാൻ വേണ്ടി നമ്മൾ അതേപോലെ വിക്ക് അഭിനയിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുക, ഇതൊക്കെയും തെറ്റായ കാര്യങ്ങളാണ്. ഇതൊക്കെയും നമുക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് ഊന്നി പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ പരിഗണിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ പരിഹസിക്കാനും അവരെ മുറിവേൽപ്പിക്കാനും അവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കാനും നമ്മൾ പാടില്ല. അതൊക്കെ മോശപ്പെട്ട മനസ്സുകളിൽ നിന്നാണ് ഉണ്ടാവുക. അത്തരം മോശപ്പെട്ട മനസ്സ്, ചീത്തയായ മനസ്സ് നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് മുറിവേൽപ്പിക്കരുത്. അവരെ പരിഹസിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് മുറിവേൽപ്പിക്കരുത്. കേട്ടോ? പരിഹാസക്കാർക്ക് പരലോകത്തെ ഒരുക്കപ്പെട്ട, എന്താ വായിച്ചത്? പരിഹാസക്കാർക്ക് പരലോകത്ത് ഒരുക്കപ്പെട്ട ശിക്ഷ. എങ്ങനെ വായിക്കുന്നത്? ശിക്ഷ.
ഒരുക്കപ്പെട്ട ശിക്ഷ തന്നെ പരിഹാസ രൂപത്തിലാണ്. ദുന്യാവിൽ വെച്ച് പരിഹസിച്ച ആളുകളുണ്ടാകും, മറ്റുള്ളവരെ കളിയാക്കിയ ആളുകൾ. ആ ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു തആല നൽകുന്ന ശിക്ഷ തന്നെ പരിഹാസ രൂപത്തിലുള്ള ശിക്ഷയാണ്. പരിഹാസ രൂപത്തിലുള്ള ശിക്ഷകൾ നൽകി അവരെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല ശിക്ഷിക്കും. കേട്ടോ? അല്ലാഹു തആല അത്തരം ആളുകളിൽ പെടാതെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഞാനൊരു തവണ കൂടി വായിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. പാഠം 5 പരിഹാസം. പരിഹാസം വളരെ മോശം സ്വഭാവമാണ്. മറ്റുള്ളവരെ നിസ്സാരമാക്കലും അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞു ചിരിക്കലുമൊക്കെ, എങ്ങനെ വെച്ചേ, എടുത്തു പറഞ്ഞു ചിരിക്കലുമൊക്കെ പരിഹാസമാണ്. കുറച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചു മറ്റുള്ളവരുടെ വാക്ക് പ്രവൃത്തികൾ, എന്താ വായിക്കുന്നത്, പ്രവൃത്തികൾ അനുകരിക്കലും പരിഹാസം തന്നെ. അനുകരിക്കലും പരിഹാസം തന്നെ. അത്തരം ആംഗ്യങ്ങൾ പോലും പരിഹാസമാകും. പരിഹാസക്കാർക്ക് പരലോകത്ത് ഒരുക്കപ്പെട്ട ശിക്ഷ തന്നെ പരിഹാസ രൂപത്തിലാണ്. ശിക്ഷ തന്നെ പരിഹാസ രൂപത്തിലാണ്. ഇത്രയുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ പാഠം ശരിക്കും വായിച്ച് പഠിച്ച് ശരിക്കും വായിക്കുന്ന വീഡിയോ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. കൂടാതെ ഇവ തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് എഴുതി അതും ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. കേട്ടോ? ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.